മാളയിൽ ബി.ജെ.പി. പ്രവർത്തകനായ യുവാവിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് ദുർബല വകുപ്പുകൾ ചുമത്തിയതായി ആരോപണം. കുരുവിലശ്ശേരി വലിയപറമ്പ് സ്വദേശി ജിത്തുവാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. മന്ത്രി ഒ.ജെ. ജനീഷിന്റെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലാണ് പോലീസ് ദുർബല വകുപ്പുകൾ ചുമത്താൻ കാരണമെന്നും പരാതിക്കാരൻ മാളയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വലിയപറമ്പ് സ്വദേശിയായ ജിത്തുവാണ് പോലീസിനെതിരെയും മന്ത്രിയുടെ ഓഫീസിനെതിരെയും രംഗത്ത് വന്നത്. ആരോപണപ്രകാരം മുൻപ് ബി.ജെ.പി. പ്രവർത്തകനും യുവമോർച്ച പഞ്ചായത്ത് ഭാരവാഹിയുമായിരുന്ന ജിത്തുവിനോട് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഒരാൾ ഭീഷണി മുഴക്കിയിരുന്നു. തുടർന്ന് ആഗസ്റ്റ് 17 ഉച്ചയ്ക്ക് 1 മണിയോടെ കോട്ടമുറിയിലെ ഒരു കടയുടെ മുന്നിൽ വെച്ച് തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്താൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. ഇടിവള എന്താണെങ്കിലും അതിനെ ആയുധമായിട്ട് കൊടുത്തു. അങ്ങനെയാണ് സാധാരണ എല്ലാ കേസുകളിലും അതിന്റെ ഇന്റൻഷനാണ് നോക്കുന്നത്. അതായത് അയാൾക്ക് ആ ഇടിവള വെച്ചിട്ടാണെങ്കിലും കയ്യിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ കല്ലാണെങ്കിലും കല്ലോ വാഹനത്തിന്റെ താക്കോലാണെങ്കിലും അതെല്ലാം ഒരാൾ ഉപയോഗിച്ച് ആക്രമിക്കാനോ അയാൾക്ക് പരിക്കേൽപ്പിക്കാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ആയുധത്തിന്റെ ഭാഗമായി കണക്കാക്കാം. അത് കൃത്യമായിട്ട് എഫ്ഐആറിൽ ഒരു കത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എഫ്ഐആറിൽ കത്തി എന്ന് പറയുകയും അതിനനുസൃതമായിട്ടുള്ള സെക്ഷനുകൾ കൂട്ടിച്ചേർക്കാത്തതുമാണ് ഇതിലെ ഞങ്ങളുടെ പ്രശ്നം. അല്ല, ഒരാൾക്ക് സെൽഫ് പ്രൊട്ടക്ഷന് അദ്ദേഹത്തെ കത്തി കൊണ്ട് ആക്രമിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് വേറെ നിർത്തിയില്ല. അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് പോയി ഇദ്ദേഹത്തെയാണ് ആക്രമിക്കാൻ വേണ്ടി ചെന്നത്. അല്ലാണ്ട് ഇദ്ദേഹത്തിന്റെ കടയിൽ പോയി അദ്ദേഹത്തെ ആക്രമിക്കുകയല്ല ചെയ്തത്. 2 കടകൾ അടുത്തുണ്ട്. ഇപ്പുറത്തെ കടയിലേക്ക് പോയി അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന സുധീഷ് കത്തിയുമായിട്ട് ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. ഒരു സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ടുള്ള കാര്യം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് അത് കുറിച്ച് ഉപദ്രവിക്കുകയോ മറ്റു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ചിത്തൂരിന്റെ കൂടെ ജിത്തുവിന്റെ ഭാര്യയുടെ അമ്മയാണ് ഉണ്ടായിരുന്ന സമയത്ത്. സംഭവത്തിൽ തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റതായും പരാതിയിൽ പറയുന്നുണ്ട്. സംഭവസ്ഥലത്തെയും പരിസരത്തെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം നടത്തണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും പ്രതിക്കെതിരെ ദുർബല വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ 308 ചേർക്കേണ്ടതായിട്ടുള്ള വിഷയത്തിൽ പഴയ IPC 308 ചേർക്കേണ്ടതായിട്ടുള്ള വിഷയത്തിൽ വളരെ ലഘൂകരിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ദുർബലമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. സാധാരണ തടഞ്ഞു നിർത്തുക, ആക്രമിക്കുക, ചെറിയ രീതിയിൽ പരിക്കേൽപ്പിക്കുക, അതോടൊപ്പം തന്നെ അസഭ്യം പറയുക എന്നിങ്ങനെ വളരെ ദുർബലമായ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഇത്രയും CCTV വിഷ്വൽസ് ഉണ്ടായിട്ട് പോലും കേസെടുക്കാത്തതിന് പിന്നിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ MLAയും കേരളത്തിലെ യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയുമായ ശ്രീ ഒ.ജെ. ജനീഷിന്റെ പേഴ്സണൽ ഡ്രൈവറായിട്ടുള്ള കുളൂരുള്ള കാളിദാസ് എന്ന് പറയുന്ന വ്യക്തി ഈ സംഭവം നടന്ന ദിവസം മാള പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ വകുപ്പുകൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, മന്ത്രി ഒ.ജെ. ജനീഷിന്റെ ഡ്രൈവർ ഇടപെട്ടതുകൊണ്ടാണ് കേസിൽ ദുർബല വകുപ്പുകൾ ചുമത്തിയതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രതിക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ജിത്തു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. പത്രസമ്മേളനത്തിൽ ജിത്തു, അനുമോദ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു പ്രസാദ് എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, മാള.